കനത്ത മഴയിൽ ഇരിങ്ങാലക്കുടയിൽ വീട് തകർന്നു വീണ് വയോധികയടക്കം 2 പേർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട നഗരസഭ വാർഡ് 27 KSE സോൾവെന്റ് കമ്പനിക്ക് സമീപം പാറപ്പുറം വീട്ടിൽ സുധാദേവിയുടെ ഓടിട്ട വീടാണ് ഞായറാഴ്ച രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് അർദ്ധരാത്രിയോടെ തകർന്നു വീണത്. അപകട സമയത്ത് വയോധികയായ സുധാദേവിയും മകൻ ഉമാശങ്കറിന്റെ ഭാര്യ നിഷയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര തകർന്ന് ഉറങ്ങിക്കിടന്ന ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ നിഷയെയും സുധാദേവിയെയും സമീപവാസികൾ ഉടൻ തന്നെ ഓടുകൾ നീക്കി പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകെ തകർന്ന വീട്ടിൽ താമസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഇവർ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറി. വാർഡ് കൌൺസിലർ സോണിയ ഗിരിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലും വില്ലേജിലും വിവരമറിയിച്ചിട്ടുണ്ട്. രാത്രിയായിരുന്നു സംഭവം. 1:30 വീഴുമ്പോ ഓടിയപ്പോ എല്ലാരും കൂടി ഞങ്ങൾ ഉറങ്ങായിരുന്നു. അമ്മയുടെ മേത്തും കുറെ വീണു, എന്റെ മേത്ത് ഒരു ഓട് വന്ന് വീണു, തല പൊട്ടി 5 സ്റ്റിച്ചൊക്കെ ഇട്ടു. അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടിട്ടാ മെഡിസിനൊക്കെ എടുത്തു. പക്ഷെ ഇപ്പൊ കിട്ടിയിട്ടില്ല മെഡിസിൻ. ചേട്ടൻ മേടിക്കാൻ പോയിക്കാ. ഇതിപ്പോ ഇന്നലെ രാത്രി, അതായത് ഒരു 1:30 ആയപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഉൾഭാഗം മൊത്തം ഇടിഞ്ഞു വീണേക്കാണ്. സാധനങ്ങൾ മൊത്തം. ചേച്ചിയുടെ അമ്മയുടെ മേല് മുഴുവൻ ഓടായിരുന്നു. തലയും ഒക്കെ പരിക്കുണ്ട്. പക്ഷെ പൊട്ടലായില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവരുടെ തെറിച്ച് വീണിട്ടാണ് 5 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. വല്ലാത്തൊരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇവിടെ താമസിക്കാൻ എന്തായാലും ഇപ്പോൾ പറ്റില്ല. അത്രയും വല്ലാത്ത സാഹചര്യമാണ്. അപ്പുറത്തെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇതുപോലെ തന്നെ വാർഡിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ മരങ്ങൾ വീഴല്, കമ്പി പൊട്ടല്, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തുടങ്ങിയിട്ടുള്ളൂ മഴ. അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ട്.